ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ അഭിമാനമായ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്നു വീണ സംഭവത്തിൽ ഇന്ത്യൻ വ്യോമസേന വിശദമായ അന്വേഷണം ആരംഭിച്ചു. രാജ്യത്തെ നടുക്കിയ ഈ ദുരന്തത്തിൽ വീരമൃത്യു വരിച്ച ധീരനായ പൈലറ്റ് വിംഗ് കമാൻഡർ നമൻ സിയാലിന്റെ ഭൗതിക ശരീരം ഇന്ന് ഡൽഹിയിലെത്തിക്കും. ഹിമാചൽ പ്രദേശ് കംഗ്ര സ്വദേശിയാണ് അദ്ദേഹം. വ്യോമാഭ്യാസ പ്രകടനങ്ങൾക്കിടെ ഇന്ത്യയുടെ കരുത്തും സാങ്കേതിക മികവും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കേണ്ട സമയത്തുണ്ടായ ഈ അപകടം രാജ്യത്തിന് വലിയ വേദനയായി. അപകടത്തെക്കുറിച്ചുള്ള ഞെട്ടൽ മാറും മുമ്പേ വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമൻ സിയാലിന്റെ വിയോഗം രാജ്യത്തെ ദുഃഖത്തിലാഴ്ത്തി. ദുബായിൽ ആവശ്യമായ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വിംഗ് കമാൻഡറുടെ ഭൗതിക ശരീരം ഇന്ന് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തിക്കും. തുടർന്ന് പൂർണ്ണ സൈനിക ബഹുമതികളോടെ ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ കംഗ്രയിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹർ എന്നിവർ വിംഗ് കമാൻഡറുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം രാജ്യം ഒന്നായി പങ്കുചേരുന്നു. ദുരന്തത്തിന്റെ കാരണം എത്രയും പെട്ടെന്ന് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ പുറത്തുവരാത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യോമസേന ഉന്നതതല കോർട്ട് ഓഫ് എൻക്വയറിംഗിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇത്രയും വലിയ അന്താരാഷ്ട്ര വേദിയിൽ രാജ്യത്തിന്റെ അഭിമാനമായ വിമാനം തകർന്നു വീണത് അതീവ ഗൗരവത്തോടെയാണ് പ്രതിരോധ മന്ത്രാലയം കാണുന്നത്. വിമാനത്തിന്റെ എഞ്ചിൻ തകരാർ, ഘടനാപരമായ പിഴവുകൾ, പൈലറ്റിന്റെ പിഴവ് അല്ലെങ്കിൽ കാലാവസ്ഥാപരമായ ഘടകങ്ങൾ എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കും. ദുബായ് എയർ ഷോയിൽ നിന്നുള്ള വിമാനത്തിന്റെ തത്സമയ ഡാറ്റ, ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ എന്നിവ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകൾ ഉണ്ടോ എന്നതിലും പരിശോധന തുടരുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ സൂചന നൽകുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി പ്രദർശിപ്പിക്കുന്ന രീതിയിലുണ്ടായ സംഭവം എന്ന നിലയിൽ എല്ലാ ബാഹ്യ ഇടപെടലുകളുടെ സാധ്യതകളും തള്ളിക്കളയാനാവില്ലെന്നാണ് വിലയിരുത്തൽ. തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതുമായ സൂപ്പർസോണിക് കോമ്പാക്ട് എയർക്രാഫ്റ്റുകളിൽ ഒന്നാണ് തേജസ്. ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച ഈ വിമാനം 2016 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. ഈ വിമാനത്തിന് ആഗോളതലത്തിൽ വലിയ വിപണന സാധ്യതകൾ നിലനിൽക്കെയാണ് അപകടം സംഭവിച്ചത്. ദുരന്തത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ദുബായ് ഭരണകൂടവും എയർ ഷോ അധികൃതരും രംഗത്തെത്തി. ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റും ദുബായ് എയർ ഷോയുടെ ഉന്നത സംഘാടകനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഔദ്യോഗികമായി അനുശോചനം അറിയിച്ചു. കടുത്ത ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ എയർഫോഴ്സസിന് എല്ലാവിധ പിന്തുണയും സഹായവും ഉറപ്പാക്കുന്നുവെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ദുബായ് എയർ ഷോയുടെ സംഘാടകരും വിംഗ് കമാൻഡറുടെ കുടുംബത്തിനും ഇന്ത്യൻ വ്യോമസേനയ്ക്കും വേണ്ടി ദുഃഖം പങ്കുവച്ചു. ഈ വലിയ നഷ്ടത്തിൽ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ദുഃഖം പങ്കുവയ്ക്കുന്നു. എല്ലാ അംഗങ്ങളും സുരക്ഷിതരായി ഇരിക്കട്ടെ എന്നും അവർ ആശംസിച്ചു. ഇന്നലെ പ്രാദേശിക സമയം 3:30 ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലരികിലാണ് വ്യോമാഭ്യാസത്തിനിടെ തേജസ് യുദ്ധവിമാനം നിയന്ത്രണം വിട്ട് തകർന്നു വീണത്. രാജ്യം വലിയ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ഒരു അന്താരാഷ്ട്ര പ്രദർശനത്തിൽ സംഭവിച്ച ഈ ദുരന്തം തദ്ദേശീയ പ്രതിരോധ മേഖലയെയും വ്യോമസേനയുടെ മനോവീര്യത്തെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം പുറം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുകയുള്ളൂ.